മച്ചാമാരെ എല്ലാവർക്കും ഇൻഫോടെക് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ മച്ചാമാരെ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് അറിയോ? ഇന്നതേ നമ്മൾ ഒരു ചെറിയ ചൂണ്ടയും അതുപോലെ അതിൽ കോർക്കാനുള്ള മണ്ണിരേൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. മണ്ണിരയായിട്ട് നമ്മുടെ പാടത്തേക്ക് വന്നേക്കാണ്. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിന്ന് വലിയ ബ്രാലിന് പിടിക്കാനായിട്ട് പോവാണ്. വലിയ ബ്രാലിന് പിടിക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? വലിയ ബ്രാലല്ല, മീൻ, കുഞ്ഞുമീൻ. ട്രാപ്പിടാൻ കുഞ്ഞുമീൻ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേ ഈ കാണുന്ന കണ്ടാ മണ്ണിര നൂഡിൽസ്, ഈ കാണുന്ന മണ്ണിര വെച്ചിട്ട് നമ്മൾ ആദ്യം പള്ളത്തിന് പിടിക്കണം. പള്ളത്തിന് അല്ലെങ്കിൽ പരലിന അത് വെച്ചിട്ട് നമ്മൾ വെട്ടിട്ടാണെന്ന് നമ്മുടെ ബ്രാലിനെ പിടിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് പിടിച്ചാലാ ബ്രാലിനെ ഓക്കെ. അപ്പോൾ ആദ്യം നമ്മൾ പള്ളത്തിനെ ചൂണ്ടിയിട്ട് പിടിക്കാൻ പോവുകയാണ്. ഈ കാണുന്ന കുഞ്ഞൻ ചൂണ്ട വെച്ചിട്ടാണ് നമ്മളിന്ന് പള്ളത്തിന് പിടിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ പള്ളത്തി കുളത്ത് വെച്ചിട്ട് ചെറിയ കുഞ്ഞിക്കുളത്തിലാണ് നമ്മൾ പിടിക്കാനായിട്ട് പോകുന്നത്. മോനെ ഞാഞ്ഞൂളിന് ഒരെണ്ണത്തിന് എടുത്തോടാ. നമ്മളിവിടെ മണ്ണിരേനെ ഞാഞ്ഞൂളെന്ന് പറഞ്ഞിട്ടാ. നിങ്ങളവിടെ പറയുമോ അങ്ങനെ? നമ്മൾ ഒരു സ്ഥലമല്ലേ, കുറച്ച് കിലോമീറ്ററിൽ വ്യത്യാസമുള്ളൂ. അപ്പോൾ നമ്മുടെ ചൂണ്ട നോക്കി ഒരു ഏകദേശം 6 അടി നീളണ റോഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പാവം മണ്ണിരാട്ടാ, നമുക്ക് വേണ്ടി ബലിയാടാ വേണത്. എന്തിനോടത്? ഹെലികോപ്റ്ററാ. അപ്പോൾ അതേ നമ്മുടെ സഡേഷൻ കൊടുത്തിട്ടുണ്ട് ഞാഞ്ഞൂളിന്. സഡേഷൻ ഏറ്റിട്ടില്ലെന്ന് തോന്നുന്നുണ്ടാ. ഇത് പിടിച്ചോ, സെറ്റാക്കി തരാം. അപ്പോൾ നമ്മളിത് കുഞ്ഞീ കുളത്തുമ്മ നിക്കട ഒരു സ്ഥലത്ത് ഞാഞ്ഞൂളിനെ കോർത്തെടുക്കാണേ, അറുത്തു. അപ്പോൾ ദേ ഇതിപ്പോൾ ഒരു കൂട്ടം നമ്മുടെ പള്ളത്തി കുട്ടനെ ഇത് വെച്ചിട്ട് നമ്മൾ പിടിക്കാൻ പോവാണ്. കൊത്തു പള്ളത്തി ഇപ്പോൾ പള്ളത്തി സിഗ്നൽ ഇട്ടിട്ടുണ്ടാവും. പള്ളത്തിക്ക് അവിടെ പള്ളത്തി ഇല്ലേ സിഗ്നൽ ഇട്ടാനായിട്ട്? ഇല്ല, അത് ഞാൻ വലിച്ചപ്പോൾ പോയാണെന്ന് തോന്നുന്നു. അങ്ങനെ ആദ്യത്തെ പള്ളത്തിനെ കിട്ടിയിരിക്കുകയാണ്. എടാ വെള്ളം എടുക്ക്. അപ്പോൾ നമ്മൾ കിട്ടണ പള്ളത്തിനെ സെത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കി, നല്ല ഗ്രേ കളർ കറുത്ത പുള്ളിയുള്ള പള്ളത്തിനാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത്. കൊടുക്കണ്ടല്ലേ? യെസ്, അത് നല്ലൊരു ആശയമാണ്. തീറ്റയും അടക്കം കൊടുത്ത് നമ്മളിതേ പള്ളത്തിനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടേ. ഇതിപ്പോൾ തന്നെ നമ്മൾ അടുത്തന്നെ പിടിക്കും. നമ്മൾ വെട്ട് ചൂണ്ടിടാനായിട്ടേ ഏറ്റവും അടിപൊളി പള്ളത്തി കുട്ടികളാണ്. അപ്പോൾ അത് നമ്മൾ പള്ളത്തിലെടുത്തിരിക്കുന്നത്. അടുത്ത പള്ളത്തിന് കിട്ടിയിരിക്കുകയാണ്. എന്താണിത്? ഇങ്ങനൊന്നും കിട്ടാറില്ലല്ലോ. നോക്കി, അപ്പോൾ അടുത്ത പള്ളത്തി നമ്മൾ ഇട്ടു. ഇതേടാ ഇര പോയിട്ടില്ലടാ, ഈ ഇരനിട്ട് നമ്മൾ പിന്നെ പിടിച്ചോ. ഇതേപോലെ സഡേഷൻ കൊടുത്തോണ്ടിരിക്കുകയാണ്. എന്തോടാ പാവം, ഇതേടാ വീണ്ടും വന്നോടാ പള്ളത്തി. പക്ഷെ ഭയങ്കര ചെറുതുകളാട്ടാ, വെട്ടിടാനത് മതി. ഇപ്പൊ കുഞ്ഞിപ്പള്ളത്തികൾ ഇതേടാ ഏറെ നമ്മൾ വലിച്ചൂരി അതിന്റെ വായിന്ന് പിന്നെയും തിരിച്ചെടുത്തിരിക്കുകയാണ്. ഇതിൽ ഹാട്രിക് അടിക്കും നമ്മൾ, ഉറപ്പാണ്. രണ്ടാമത്തെ അല്ലേ ഏരയില്? ഇതിൽ ഹാട്രിക് അടിക്കൂടാ, ഉറപ്പാണ്. ഇതൊക്കെ ജൂവനയില് വരുവുള്ള പള്ളത്തിയാണ് കേട്ടാ. കിട്ടൂല. അങ്ങനെ നമ്മുടെ ചൂണ്ടിടല് പരിപാടി കഴിഞ്ഞ് നമുക്ക് വേണ്ട ഏരേനെ നമ്മൾ സെറ്റാക്കി ഇട്ടിട്ടാ. അപ്പൊ ഞാഞ്ഞുള്ള കൊടുത്തോ. നമ്മളിത് തീറ്റ കൊടുക്കുകയാണ്, കാരണം നാളെ വരുമ്പോൾ അവർ ഇവിടെ തന്നെ വരാൻ വേണ്ടിയിട്ട് ഫീഡ് കൊടുക്കുകയാണ് ഞാഞ്ഞുള്ള കുട്ടികളെ. അപ്പോൾ ഇന്ന് നമ്മൾ പിടിച്ചിരിക്കുന്ന പള്ളത്തി കുട്ടികളുണ്ട്. ഈ കാണുന്ന പള്ളത്തി കുട്ടികളെ വെച്ചിട്ടാണ് നമ്മളിനി വെട്ടിടാൻ പോകുന്നത്. ഇനിയും കിട്ടാ വേണ്ട, നല്ല പള്ളത്തി കുട്ടികളുണ്ട്. ഇവർ വെച്ചിട്ടാണ് നമ്മൾ വെട്ടിടാനായിട്ട് പോകുന്നത്. അപ്പോൾ വെട്ടിടാനായിട്ടുള്ള വെട്ടുചൂണ്ടയും അതുപോലെ തന്നെ ടങ്കീസും കാര്യങ്ങളൊക്കെ നമുക്കിനി വാങ്ങിക്കണം പോയിട്ട്. എന്നിട്ട് നമ്മൾ സ്പോട്ടിൽ പോയിട്ട് വെട്ടിട്ട് വയ്ക്കാൻ പോവാണ്. നേരെ ഒന്ന് ഇരുട്ടി സന്ധ്യ ആവുന്ന സമയത്ത്, ഒരു 6 മണിയൊക്കെ ആവുന്ന സമയത്ത് വെട്ടിട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ്, പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ മക്കളെ അങ്ങനെ നമ്മൾ വെട്ടിടുന്ന സ്പോട്ടിൽ വന്നേക്കേണ്ടത് ഈ കാണുന്ന കണ്ടങ്ങളിലാണ് നമ്മൾ വെട്ടിടാനായിട്ട് പോകുന്നത്. അപ്പം നേരെ ഒന്ന് ഇരുട്ടി വരുന്ന സമയമാണ് വെട്ടിടാൻ നല്ലത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ അടുത്ത് വാങ്ങിച്ച റോഡും റീലും ആണിത്. ഇതിനെപ്പറ്റി നമുക്ക് വലിയ പിടിയൊന്നുമില്ല. അതായത് ഈ കാണുന്ന ഫ്രോഗാണ് നമ്മൾ ഇടുന്നത്. ഇതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അങ്ങനെ ചൂണ്ടയെ പറ്റി വലിയ ധാരണകളില്ലാത്ത ഒരാളായതുകൊണ്ട് തന്നെ കിട്ടിയൊരു ഫ്രോഗ് ഇതേ കണ്ട തവളക്കുട്ടനെ എടുത്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ തുമ്പത്ത് വെച്ചിട്ട് കാസ്റ്റ് ചെയ്ത് നോക്കാൻ പോകുന്നത്. നമുക്ക് അങ്ങനെ കിട്ടുമെന്ന് നോക്കാം, ബാക്കിയുണ്ടോന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും നമ്മുടെ വെട്ടിടും കേട്ടോ. അപ്പോൾ അതേ പഴയ നൂലൊക്കെ അത് മിരിപ്പുണ്ടാവും, നമ്മൾ മാറ്റണമൊന്നുമില്ല. ചൂണ്ടക്കാരൻ തന്നെ ഇടിക്കും, കാരണം ഇത്ര മോശമായിട്ട് ചൂണ്ടിയിടുന്ന ഒരാൾ വേറെ ഉണ്ടാവില്ല. ഇതൊന്ന് കട്ട് ചെയ്ത് കളയാണ്ട് ഒന്ന് കൊളത്തട്ടെ. നമ്മുടെ തവളക്കൂട്ടനെയൊക്കെ കൊളത്തിന് ഇതേ നമ്മൾ ചുമ്മാ ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. വിലക്ക് കിട്ടുമെന്ന് അറിയാമല്ലോ. ഓക്കെ, ഇത്ര ഒന്നും നീണ്ടു പോകേണ്ട ആവശ്യമില്ല കേട്ടോ. അടുത്തിട്ടാൽ മതിയായിരുന്നു തോന്നുന്നു.
ആദ്യത്തെ വലിയിലൊന്നും കിട്ടിയില്ല. നമുക്ക് കുറച്ച് നേരം ഇട്ട് നോക്കാട്ടെ. എനിക്ക് ഇതിനെപ്പറ്റി വലിയ പിടിയൊന്നുമില്ല. നമ്മൾ വെട്ട് ചൂണ്ടയാണ് ഇടാറ്. ഇത് നമ്മളുടെ പരീക്ഷണമാണ്. അപ്പോൾ അതേ നമ്മൾ ചുമ്മാ 3-4 പ്രാവശ്യം എറിഞ്ഞ് നോക്കണമെന്നുള്ളൂ കേട്ടോ. നമ്മുടെ മെയിൻ ലക്ഷ്യം വെട്ടാണ്. വെട്ട് ചൂണ്ടിയിട്ട് മീനെ പിടിക്കലാണ്. ഇത് നമ്മളൊരു തമാശക്ക് ഇങ്ങനെ വന്ന് ഇടണമെന്നുള്ളൂ. അപ്പോൾ അത് നമ്മൾ കാസ്റ്റ് ചെയ്തിട്ടൊന്നും വലിയ രക്ഷയൊന്നുമില്ല കേട്ടോ. നമ്മൾ കുറച്ച് നേരമായി ഇടണം. ഇനി എനിക്ക് ഇടാനറിയാഞ്ഞിട്ടാണോ മീനില്ലാണ്ടാണോ എന്ന് പറഞ്ഞുകൂടാ. ഇതുവരെ ഒന്നും അടിച്ചില്ല. അപ്പോൾ നമ്മുടെ വെട്ടിടാനുള്ള പരിപാടി നോക്കുകയാണ്. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് വാങ്ങിച്ച ചൂണ്ടക്കുളത്താണിട്ടത്. വെട്ടിടാൻ വേണ്ടിയിട്ട് ഇച്ചിരി വലിപ്പമുള്ള ചൂണ്ടക്കുളത്തേക്ക് വാങ്ങിച്ചിരിക്കുകയാണ്. കണ്ട ഈ കാണുന്ന സൈസിലുള്ള ചൂണ്ടക്കുളത്താണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ സാധാരണ കടയിലെ സാധാരണ ചൂണ്ടനാര തന്നെയാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. ഇത് എനിക്ക് തോന്നുന്നു ഒരു 75-80 ചൂണ്ടനാരാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് വേണ്ട നീളത്തിന് നമ്മൾ ഇത് ടങ്കീസ് എടുക്കുകയാണ്. വെട്ട് ചൂണ്ടായതുകൊണ്ട് അധികം നീളം വേണ്ട നമുക്ക്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, ഇനി നമ്മുടെ കുളത്തിലിത് കെട്ടാട്ടോ. അപ്പോൾ നമ്മുടെ ടങ്കീസ് ഇങ്ങനെ മടക്കിയെടുത്ത് കണ്ട ഇതുപോലെ കയ്യിൽ പിടിച്ചിട്ട് ചെറിയൊരു പീസ് ഇവിടെ ഇല്ലേ, ഇത് നമ്മളൊരു 5 ചുറ്റ് ചുറ്റണം കേട്ടോ. 5-6 ചുറ്റാ. ഞാൻ 5 ചുറ്റാറ്, അതുകൊണ്ടാണ് ഞാൻ 5 ചുറ്റെന്ന് പറഞ്ഞേ. 3, 4, 5 ചുറ്റ് ചുറ്റിയിട്ട് നമ്മൾ ഈ കാണുന്ന കുഞ്ഞ് ഓട്ടയില്ലേ, ആ ഓട്ടയിലേക്ക് ഇത് കയറ്റിയിട്ട് വലിച്ച് ടൈറ്റ് ചെയ്യണേ. വലിച്ച് ടൈറ്റ് ചെയ്യുമ്പോൾ കണ്ട നല്ല ടൈറ്റായിട്ട് ഇരുന്നുള്ളത്. ഇനി കെട്ടിയതിൻ്റെ ബാക്കിയില്ലേ അത് നമ്മൾ കട്ട് ചെയ്ത് കളയണം. ഇനി നമ്മൾ കെട്ടിയെടുത്തതിൻ്റെ മറ്റേ അറ്റൂല്ലേ, ഇത് നമ്മൾ കുപ്പിമേക്കായിട്ട് കിട്ടുന്നേ. അപ്പോൾ നമുക്കൊരു 5-6 കെട്ടിയെടുക്കണത് പോലെ. നമ്മുടെ ബ്രാലൊക്കെ നല്ലോണം ഉള്ള സമയത്ത് വേണോട്ട് ഇങ്ങനെ ചെയ്യാനായിട്ട്. മീനില്ലാത്ത സമയത്ത് നമ്മളിങ്ങനെ ഒന്ന് വെട്ടിട്ടിട്ട് ഒരു കാര്യമില്ല. മീനെ നമ്മൾ കാണൂലേ ഇങ്ങനെ വെട്ടിയൊക്കെ നിൽക്കുന്ന സമയത്ത്, അങ്ങനത്തെ സമയത്ത് നമ്മളിങ്ങനെ വെട്ടിട്ടാലേ മീൻ പിടിക്കുകയുള്ളൂ. പിന്നെ നിരോധിച്ച സമയമില്ലേ, മൺസൂൺ ടൈമിലൊന്നും ഇങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. മൺസൂൺ സമയത്ത് ഇങ്ങനെ മീൻ പിടിക്കുന്നതൊക്കെ ശിക്ഷാർഹമാണ്. ഓക്കെ, അപ്പം ഓരോന്നായിട്ട് കെട്ടി സെറ്റാക്കി എടുക്കണം നമ്മൾ. അങ്ങനെ നമ്മുടെ വെട്ടൊക്കെ കെട്ടിക്കഴിഞ്ഞുണ്ട്. ഇപ്പോൾ ഇതേ നമ്മുടെ ഒരു സൈഡിൽ കുപ്പിയുണ്ട്, ഒരു സൈഡിൽ കുളത്തുണ്ട്. ഇനി ഈ കാണുന്ന കുളത്തിലേക്ക് നമ്മൾ മീനിനെ പിടിച്ചിടാൻ പോവാണ്. അപ്പോൾ ആദ്യമായി കിട്ടുന്ന ഭാഗ്യവാനാരാണ്? വലിപ്പമുള്ളതിന് ആദ്യം തന്നെ ഇടാം. കുഞ്ഞന്മാരാണല്ലോ. അപ്പോൾ ഇതേ ആദ്യത്തെ ഭാഗ്യവാൻ ഇതാണ്. ഭാഗ്യവാൻ എന്ന് പറയുന്നുള്ളൂ കേട്ടോ, പക്ഷെ ഭാഗ്യവാനല്ല. അപ്പോൾ നമ്മളിത് ഇതിൻ്റെ മുള്ളും അധികം കൊള്ളാത്ത രീതിയിൽ ഇങ്ങനെ കുളത്തിയിട്ടാണ് ഇടാൻ പോകുന്നത്. കണ്ട ഇതേപോലെയാണ് നമ്മൾ വെട്ടിടുന്നത് കേട്ടോ. ഇനി നേരെ ഇത് വെള്ളത്തിൽ കൊണ്ടുപോയിടുവേ. ഇങ്ങനെ കുളത്തിയെടുത്താൽ നമ്മുടെ പള്ളത്തി മീനെ ഇനി നേരെ നമ്മൾ ചാൻസ് ഉള്ള സ്ഥലത്തേക്ക് ഇട്ട് കൊടുക്കും. എന്നിട്ട് ഈ കുപ്പിയോടെ ഇട്ടേക്കൂട്ടാ. നമ്മുടെ ബാക്കി കുപ്പിയോടെ കൂടി കുളത്തി നമുക്ക് സെറ്റാക്കി ഇടാം. അപ്പോൾ അതേ നമ്മുടെ അടുത്ത മീനെ നമ്മളെടുത്ത് കുളത്താണ്. നേരെ വെള്ളത്തിലേക്ക് ഇടാം. ബ്രാലൊക്കെ അവിടെ ഉണ്ടെന്നുണ്ട്. ഇപ്പം തന്നെ പിടക്കാണ് ബ്രാലൊക്കെ ഇടുന്നത്. കുപ്പി കിട്ടിയാ ഇട്ടപ്പിളിക്കുവാ. എടാ ഇവിടെ ഒരു പള്ളത്തി കിടക്കുന്നുണ്ട്, പിടിച്ചിടണം ഒട്ടയിലേക്ക്. ഇത് ഇവിടെ ഈ ഭാഗത്തായിട്ട്. എവിടെ എവിടെ ഏത് കുപ്പി? അതാ എടാ നമ്മുടെ കമ്പിടുത്തെ കമ്പ്യൂട്ടർ വലിച്ചെടുക്കാൻ പോണ്. ഇട്ടപ്പിളിക്കോ എടാ, നമ്മൾ ഇട്ടിട്ട് 1 മിനിറ്റ് ആയാ? ഇട്ടിട്ട് 1 മിനിറ്റ് ആയിട്ടുള്ളൂ കേട്ടാ. അപ്പോഴേക്കും നമ്മുടെ കുപ്പി വലിച്ചു എന്ന് പറയണേ. പള്ളത്തിനാണ് വലിച്ചുകൊണ്ട് പോയത്. മീനെടുത്തോണ്. അപ്പൊ നമ്മുടെ ആദ്യത്തെ മീനെ കിട്ടിയിരിക്കുകയാണ്. അതിന്റെ വായന്നാ പള്ളത്തി വന്നേ? അല്ലടാ, അതിന്റെ വായന്ന വെള്ളത്തിന് കിട്ടിയേ. അട്ട ഇതിന്റെ കൂടെ ഒന്നാണാ? എടാ ഇതിന്റെ ഉള്ളില് പള്ളത്തില്ലടാ. ഏടോ ഭയങ്കര ഭാഗ്യമുള്ള മീനാണ്. തേടാ ഇട്ടൊരു മിനിറ്റ് ആയിട്ടുള്ള അപ്പോഴേക്കും അടിച്ചേക്കണത്. ഇതിന്റെ തോള എവിടെ? ഏടാ കീറി പൊളിഞ്ഞു വന്ന്. ഇനി വേറെ ജീവനോട് ഇടണം. ഇതിനെ ഇട്ടോക്കണോ? ഇപ്പുറത്തിടാ. എന്താ നോക്കിയിട്ട് ഇട്ടൊരു മിനിറ്റ് ആയിട്ടുണ്ടാവുള്ളൂ, അപ്പോഴേക്കും അടിച്ചെന്നുള്ളതാ. അമ്പോ ഇപ്പുറത്തിടാട്ടാ. ആ കുപ്പി വലിച്ചോണ്ടത് കിട്ടിയാ? കേട്ടാ വെട്ട് ചൂണ്ടയിലൊക്കെ ബ്രാലടിക്കാൻ ഇത്ര നേരമൊന്നും വേണ്ടട്ടാ. നമ്മൾ ഇട്ട് വെച്ച്
കുറച്ച് നേരത്തിനുള്ളിൽ സാധനം അടിച്ചു എന്നുള്ളതാ. അതേ പോണു, സമ്മതിക്കില്ല രക്ഷപ്പെടാൻ. നേരത്തെ പറഞ്ഞ എൻ്റെ കയ്യിൽ നിന്ന് പോയതാ. അപ്പോൾ ഇതിനെ നമ്മളിതേ കൊളത്തി ഇടാണ്. പക്ഷേ നമ്മളെ ഇട്ട നേരത്ത് നമ്മുടെ മുമ്പിൽ വെച്ചാൽ പിടിച്ചോണ്ട് പറഞ്ഞെങ്കിൽ കിടുക്കാച്ചിട്ട് ഞാൻ കാണിച്ചു തന്നില്ല. പക്ഷേ ഒരു ചെറിയൊരു 1 മിനിറ്റായിട്ടെ ടൈം എടുത്തുള്ളൂ. അപ്പോഴേക്കും അടിച്ച് ഇതേനാ നമ്മളിത് ഇത് അടുത്ത സ്ഥലത്ത് ഇടാൻ പോവാണ്. മോനെ മറ അല്ലല്ല, അവിടെ തന്നെ ഇട്ട് കൊടുക്കാം. നല്ലോണം ബ്രാലുള്ള സമയം കേട്ടാ. ചപ്പ് ചോറ് പോലെയാണ്. അവിടെ ഇട്ടു, കുപ്പി നമ്മളിവിടെ ഇട്ടു. നോക്കാം, എനിക്ക് തോന്നുന്നു അധികം നേരം എടുക്കില്ല കേട്ടോ. പെട്ടെന്ന് അടിക്കുമെന്ന് തോന്നണേ. നമ്മുടെ ബാക്കിയുള്ളതൊക്കെ വേറെ സ്ഥലത്ത് കൊണ്ടുപോയിടാം. ഇതിവിടെ കിടക്കട്ടെ. നമുക്ക് കിട്ടിയ ബ്രാലൂട്ടിനെ കണ്ട നല്ല ആക്റ്റീവ്. വിയറ്റ്നാം ബ്രാലൊന്നും കേട്ടോ, നല്ല പച്ചപ്പുള്ള ബ്രാലാണ്. ഇപ്പോൾ കൂടുതലും വന്നത് വിയറ്റ്നാം ബ്രാലാണ്. ഇത് നോക്കി, ഔ പൊള്ളി സാധനം. ചെറുതാട്ടോ പക്ഷേ. ഇതല്ലേ അല്ലേ ആണെങ്കിൽ ഇത് എവിടെ? ഓ പുല്ലിൻ്റെ ഉള്ളിൽ കയറി പുല്ലോക്ക പിടിച്ചോട്ടാ. ഓക്കിക്കോ, അടുത്ത സാധനം കിട്ടിയിട്ടുണ്ട്. കുഞ്ഞിതാ. ഓ ഏടാ, കുഞ്ഞൊന്നല്ല, ഏകദേശം സെയിം വലിപ്പം. കുറച്ചധികം വള്ളത്തിന് പിടിച്ചോണ്ടിരുന്നടാ. അല്ലല്ല, അത് അപ്പുറത്തിന് ഇട്ടേണേ. ഇതിന്റെ വായിൽ വെള്ളത്തിൻ്റെ നോക്കട്ടെ. ഏടോ പള്ളത്തി കാണാനില്ല. എടാ നമ്മുടെ ഇതിൻ്റെ ഉള്ളിലുണ്ടായ പള്ളത്തി പോയിട്ടാ. ഇതേ കുളത്തി ഞാൻ ഇതിൽ കൂടി എടുത്ത് ഇപ്പുറത്തേ കൂടി കുളത്തി വന്നേക്കാണ്. അത് മിക്കവാറും വെട്ടി പോയിട്ടുണ്ടാവും ഉള്ളിൽ. എടി തൊട്ടിട്ട് 1 മിനിറ്റ് ആയിണ്ടാവോ? എടാ അവിടെ വെട്ടണം നോക്കിയടാ. നമുക്ക് കിട്ടിയ ബ്രാലുകുട്ടൻ. മീനെ കൊളത്തിരണ്ടാ. നമ്മൾ ഇത്ര പെട്ടെന്ന് റിസൾട്ട് പ്രതീക്ഷിച്ചിരുന്നില്ല. ഇടുമ്പോഴേക്കും മീനടിക്കണ ഒരു സെറ്റപ്പ് ആകുമ്പോൾ അവിടെ തന്നെ കൊളത്തി നമ്മൾ ഇട്ട് കൊടുക്കാൻ പോവാണേ. ഞാൻ ഇടും, അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്തത് ഇപ്പുറത്തെ സൈഡിലാണ് ഇടുന്നത്, കലിങ്ങിൻ്റെ. അപ്പോൾ നമ്മൾ ഒഴുകി പോവാതിരിക്കാനായിട്ട് മീൻ ഇവിടെ ഇട്ടിട്ടില്ലേ, കുപ്പി കരയിലേക്ക് ഇടുകയാണ്. ഇതൊക്കെ പാമ്പൊക്കെ ഉണ്ടാവട്ടെ. രാത്രി ഒന്നും ഇങ്ങനത്തെ സ്ഥലത്തൊന്നും പോരുതേ. നമ്മളൊരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ഇറങ്ങിയേക്കണതാണ്. അപ്പോൾ നമ്മുടെ വെട്ടിട്ട് വെച്ചിട്ട് കുറച്ച് നേരം ആയിട്ടോ. അപ്പോൾ നമ്മൾ നേരെ ഉരുട്ടിയായിരുന്നു, പിന്നെ വെട്ട് നോക്കിയിട്ടില്ല. ഇപ്പോൾ നമ്മുടെ കമ്പി വെച്ച് നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു ശൂലം ഉണ്ട് കേട്ടോ. ഇത് വെച്ചിട്ട് നമ്മളൊന്ന് നോക്കുകയാണ്. നമ്മുടെ മീനെ കാണുന്ന സ്പോട്ട് വെച്ച് കുത്തി പിടിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്കിത് നമ്മുടെ ഈ സൈഡ് നോക്കാം. മോനെ ആ ടോർച്ച് കൊണ്ടുവന്നേടാ, അടിച്ചു നോക്കി ഇവിടെ. വാ വാ വാ, കയറിക്ക് താഴെ അടിച്ചു നോക്കി മീനുണ്ടാകും. കാണാൻ്റെ അവിടെ അറ്റത്ത് ഈ സൈഡുണ്ടാ? സൈഡൊന്നുമില്ലല്ല, നമുക്ക് അപ്പുറം നോക്കാം. കോർണറിലേക്ക് അടിച്ചാൽ ഇവിടെ കാണാൻ പറ്റണ്ട. എൻ്റെ കൈ നമ്മൾ തടയരുതേ. ഓ അവിടെ വലുതെന്തുണ്ടായിരുന്നു. ഓ സൈഡ് മാറിപ്പോയടാ. നമ്മൾ ഇട്ടറിഞ്ഞ കുപ്പി നീങ്ങി പോയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കി നോക്കാം. ആയി പേടാ, മൂന്നാമത്തെ ചെറുതാണ്. പക്ഷേ നമ്മുടെ മൂന്നാമത്തെ ബ്രാലിട്ടാ. നോക്കി, സംഭവം ഇത്തിരി ചെറുതാണെങ്കിലും നമുക്ക് മൂന്നാമത്തേനെ കിട്ടിയേക്കാണ്. അടിപൊളി. അപ്പോൾ നമ്മളിത് ഇട്ട വെട്ടിൽ മൂന്നാമത്തെയാണ്. ഇതേ നോക്കി, പള്ളത്തി അങ്ങനെ തന്നെ വിടുങ്ങിയിട്ട് പള്ളത്തി വായിൽ കുടുങ്ങിയിരിക്കുകയാണ് കേട്ടാ. അതിൻ്റെ ഉള്ളിൽ പള്ളത്തി ഉണ്ടാടാ, അതിൻ്റെ ഉള്ളിൽ പള്ളത്തിനെ കാണാണ്ടാ. അടിപൊളി. എനിക്ക് മൂന്നാമത്തെ
ബ്രാൽ എന്ന് പറയാൻ പറ്റില്ല, ചൊട്ടനെ നമ്മൾ അടിച്ചിരിക്കുകയാണ്. ഇത് ഇറങ്ങുമ്പോൾ നോക്കിയില്ലെങ്കിൽ കാലമേ അട്ട കടിക്കാൻ ചാൻസ് ഉണ്ട്. ഓ ചേടാ അത് വലിക്കണ്ടാ. ഓ വേണ്ട സാധനം വന്നു. ഏയ് അപ്പം അതെ നമ്മുടെ വെട്ടിട്ട് 4ാമത്തെ ബ്രാൽ. എൻ്റെ വായന വെള്ളത്തിരിച്ചു പോയേ. വെള്ളത്തിയൊക്കെ ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. കണ്ടാ നമ്മൾ കുളത്തിയ ഭാഗം മാത്രം മുറിഞ്ഞിട്ടുള്ളൂ. ഇവിടെ എൻ്റെ ടങ്കീസ് നല്ല വെട്ടുവിട്ടുണ്ട്. സൗണ്ട് കേട്ടോ നിങ്ങൾ, ബ്ലക്ക് ബ്ലക്ക്. നമ്മൾ 4ാമത്തെ ബ്രാല് കണ്ടാ ചെറുതാണ്. 4ാമത്തെ ബ്രാലിനെ നമ്മൾ ദേ തൂക്കിയൊക്കെയാണേ. ഓ ചാടിപ്പോയാണ് കുഞ്ഞി ചിത്രശലഭം വന്നിട്ടുണ്ടതേ. ഷൂ കണ്ട നല്ല മഞ്ഞപ്പുള്ള ബ്രാല്. ഇപ്പോൾ നമ്മുടെ വിയറ്റ്നാം ബ്രാലൊക്കെ കയറി പിന്നെ മഞ്ഞപ്പുള്ള ബ്രാല് കാണുന്നത് കുറവാട്ടെ, കാരണം ക്രോസ് ബ്രീഡൊക്കെ ആയിട്ടുണ്ട്. ഇത് നോക്കിയാൽ നല്ല മഞ്ഞ കളറ്. നമ്മുടെ നാട്ടിലെ ഇതിനെ ചൊട്ടൻ എന്നാണ് പറയുക, ചൊട്ടൻ. അതായത് ബ്രാലിൻ്റെ കുട്ടി, അതിന് ചൊട്ടൻ എന്ന് പറയാം. കണ്ടാ അത്യാവശ്യം നല്ല രസമില്ലേ മീനെ കാണാനായിട്ട്. വിയറ്റ്നാം എന്നല്ല കേട്ടോ, നല്ല നാടൻ ബ്രാലിൻ്റെ കുട്ടി. അങ്ങനെ നമ്മുടെ പറമ്പിൽ കിടന്നിറങ്ങുന്ന കുഞ്ഞ് ഞാഞ്ഞുള്ളിനെ പിടിച്ച് അതും വെച്ച് പള്ളത്തിനെ പിടിച്ച് ആ പള്ളത്തിനെ വെച്ച് വെട്ടിട്ട് കിട്ടിയ 4 ബ്രാല് കുട്ടികളാണ്. ഭയങ്കര വലുപ്പത്തൊന്നും പറയാനില്ല, കുഞ്ഞി ചൊട്ടന്മാരാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സമ്പാദ്യം 4 ബ്രാൽ കുട്ടികളാണ് കേട്ടോ. അപ്പോൾ നോക്കുകയാണെങ്കിൽ സംഭവം നമ്മൾ 6 വെട്ട് ചൂണ്ടയാണ് ഇട്ട് അതിൽ നമുക്ക് 4 എണ്ണം അടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇന്നത്തെ ഈ കുഞ്ഞി വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ വെട്ട് ചൂണ്ടിടലും കുഞ്ഞി മീനെ പിടിക്കലും കുഞ്ഞി ബ്രാലുകളെ പിടിക്കലും. വലിയ ബ്രാലുണ്ടായിരുന്നെങ്കിൽ വലിയ ബ്രാല് കിട്ടിയാനേ, പക്ഷേ ഇപ്പോൾ ചെറിയ ബ്രാലുകൾ ഉള്ളതുകൊണ്ടാണ് തോന്നുന്നു ചെറിയ ബ്രാലിനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള നേരമായിക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള നേരമായിക്കാണ്. അപ്പോൾ നമ്മുടെ ബ്രാല് കൂട്ടന്മാരെ എന്തായാലും നമ്മൾ കൊണ്ടുപോയിട്ട് വറക്കൂട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാൻ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ മച്ചന്മാരെ ഇത് നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണുന്ന പ്രതീക്ഷയിൽ ക്യാമറ മച്ചൻ പ്രയോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.